അസ്സലാമലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൻ്റെ അർത്ഥമാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങൾ നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ നന്മ വരുന്നതെന്ന് ഞാനിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് റസൂലുള്ള പറഞ്ഞ ഒരു കഥ പറയാം. ബിസ്മി ഇറങ്ങിയപ്പോൾ മേഘക്കൂട്ടെല്ലാം മശീക്കിലൂടി, കാറ്റുകളെല്ലാം നിശ്ചലമായി, സമുദ്രം തിരയടിച്ചു, മൃഗങ്ങൾ ചെവിയോർത്തു, ആകാശത്തിൽ നിന്ന് പിശാചുക്കളെ എറിഞ്ഞു കെട്ടിക്കപ്പെട്ടു. ഏതൊരു വസ്തുവിൻ്റെ മേലാണോ അള്ളാഹുവിൻ്റെ പേര് വെക്കപ്പെടുന്നത്, ആ വസ്തുവിൻ്റെ മേൽ ബർക്കത്ത് ചെയ്യുമെന്ന് അള്ളാഹു അവൻ്റെ ഇസ്സത്ത് കൊണ്ട് ജലാലിയാത്ത് കൊണ്ട് സത്യം ചെയ്തു. ജീവിത വിജയം ആഗ്രഹിക്കുന്നവർ ബിസ്മി ചൊല്ലട്ടെ എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോൾ ബിസ്മിയില്ല. പണ്ടുള്ളവർ പറയും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണോ, പിന്നെ ചോറ് അടുപ്പ് കത്തിക്കും ബിസ്മി ചൊല്ലും. നമ്മളെല്ലാം ഉമ്മമാരെല്ലാം ചെയ്യുന്നില്ലേ. പിന്നെ കലത്തിൽ ചോറിൽ അരിയിടാൻ പോകുമ്പോൾ ബിസ്മി ചൊല്ലും. എല്ലാ കാര്യത്തിലും ബിസ്മി ചൊല്ലും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിലൊരു ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് തന്നെ ഇന്ത്യക്ക് അള്ളാഹുവിൻ്റെ കാലം ആദ്യം എഴുതിയത് ബിസ്മിയാണ്. നമ്മൾ ബിസ്മിയിലല്ലേ തുടങ്ങുന്ന. ഇറക്കപ്പെട്ട മുഴുവൻ ഗ്രന്ഥത്തെയും താക്കോലാന്ന് ബിസ്മി എന്നും പറയുന്നുണ്ട്. ഈ ബിസ്മി ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിയപ്പോൾ 3 തവണ ആവർത്തിച്ച് ഇത് ഇറക്കുകയുണ്ടായി. ഇത് അവിടത്തിൻ്റെ ഉമ്മത്തിനുമാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇത് ഒഴിവാക്കരുതെന്നും എങ്കിൽ നിങ്ങളെ ഞാനും ഒഴിവാക്കുകയില്ലെന്ന് അവരോട് കൽപ്പിക്കുക നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തി. ജീവിത വിജയത്തിന് ഷഹീദായി മരണപ്പെടാനും ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ എല്ലാ കാര്യത്തിൻ്റെ തുടക്കത്തിലും ബിസ്മി ചൊല്ലിക്കട്ടെ. മോമിനായിരിക്കെ ഒരാൾ ബിസ്മി ചൊല്ലിയാൽ അവനോടൊപ്പം പർവ്വതങ്ങളും തസ്ബീഹ് ചൊല്ലുമെന്നാണ് പറയുന്നത്. രക്ഷയുടെയും വിജയത്തിൻ്റെയും കാവലിൻ്റെയും സഹായത്തിൻ്റെയും താക്കോലാണ് നമുക്ക് ബിസ്മി എന്നത്. ഏതൊരു കാര്യത്തിനും തുടക്കത്തിൽ നമുക്ക് ബിസ്മി ചൊല്ലാവുന്നതാണ്. നോക്കാമെന്ന് വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാൻ നമ്മൾ ചൊല്ലി. ഇതിൽ അർഫുകൾ എണ്ണ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 19 ഉണ്ട്. അത് നരകകാവൽക്കാരായ സബാനിയാക്കളുടെ എണ്ണമാണ്. അതും 19 തന്നെ. ഓരോ അർഫും ഓരോ സബാനിയാക്കളിൽ നിന്ന് രക്ഷ കിട്ടുന്നതാണ്. പിന്നെ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്തിലെ ആയത്തുകളുടെ എണ്ണവും 19 ഖുർആനിലെ ആകെ സൂറത്ത് 114. ഇനി നമുക്ക് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാവുന്ന ഒരു ബർക്കത്താക്കപ്പെട്ട മനോഹരമായ വചനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് 756 തവണ ഇഖ്ലാസോടെ ചൊല്ലിയ ശേഷം താഴെ പറയുന്നവ ചൊല്ലിയാൽ നല്ലതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അളമതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وأسألك بجلالي بسم الله الرحمن الرحيم وأسألك بجمالي بسم الله الرحمن الرحيم وأسألك بكمالي بسم الله الرحمن الرحيم وأسألك بثنائي بسم الله الرحمن الرحيم وأسألك بوحي بسم الله الرحمن الرحيم وأسألك بثنائي بسم الله الرحمن الرحيم وأسألك بألاهي بسم الله الرحمن الرحيم وأسألك بضياهي بسم الله الرحمن الرحيم وأسألك بنوري بسم الله الرحمن الرحيم وأسألك بفضائل بسم الله الرحمن الرحيم وأسألك بتسريفه بسم الله الرحمن الرحيم وأسألك بأساسي بسم الله الرحمن الرحيم وأسألك بمقام بسم الله الرحمن الرحيم وأسألك لطائف بسم الله الرحمن الرحيم وأسألك بأسراره بسم الله الرحمن الرحيم وأسألك بهيبته بسم الله الرحمن الرحيم وأسألك برقائك بسم الله الرحمن الرحيم وأسألك برقائك بسم الله الرحمن الرحيم وأسألك بملوكه بسم الله الرحمن الرحيم وأسألك بحروفه بسم الله الرحمن الرحيم وأسألك بابتدائه بسم الله الرحمن الرحيم وأسألك بانتهائه بسم الله الرحمن الرحيم وأسألك بإمداده بسم الله الرحمن الرحيم وأسألك بأطاته بسم الله الرحمن الرحيم أن تدخلني بكنفه وتمرني
മിൻ മദാദിഹി അതർസുഖ്നി ബിഹഖിഹാ ഇലൈഹാ അസ്അലുക ബിസ്മില്ലാഹിർ റഹ്മാനി വബിജാതി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഫ്അല ലികസാ വകസാ. എന്നിട്ട് നമുക്കെന്നാന്ന് മനസ്സിലുള്ള നിയത്ത് എന്ന് വെച്ചാൽ നമ്മളാ നിയത്ത് പറഞ്ഞ് നല്ലോണം ദ്വാരുന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നതാണ്. ഇപ്പം ബിസ്മിനെ കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാവുന്ന നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്യുന്ന ചൊല്ലി നോക്കണം. എനിക്കിതിൽ വിജയം ഉണ്ടായതാണേ. ഞാൻ എന്ത് കാര്യത്തിലും ബിസ്മിയല്ലോ. പിന്നെ ഹൈറു ഷർവെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്താണ്. ഒരു വിഷമം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ നിന്ന് നല്ലൊരു സന്തോഷം നമ്മളെ കാത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുക. അള്ളാഹു താല എപ്പോൾ ഒരുപോലെ ആക്കൂല ആരും. അപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ പുറമെ ഒരു ദുഃഖം, ഒരു ദുഃഖത്തിൻ്റെ ഒരുമേ സന്തോഷം ഉണ്ടാവും. എത്ര വലിയവനിക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടാവും അങ്ങനെ പറയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിയത്തോടെ ഇത് ചെല്ലുക. പിന്നെ നിങ്ങളെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുക. ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതിലോ ചൊല്ലിയലായിട്ടും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങളെ അഭിപ്രായങ്ങളാണ്. എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഇതാക്കിയിട്ടൊന്നും ശീലമില്ല. ചൊല്ലിയിട്ടെല്ലാം ശീലമുണ്ട്, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടൊന്നും ശീലമില്ല. പിന്നെ എനിക്കുള്ള അറിവ് മറ്റൊരാൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ചെല്ലുന്നുണ്ടെങ്കിൽ ചൊല്ലിക്കോട്ടെ. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് അതൊരു ഇതാണല്ലോ, നമുക്കൊരു കൂലി കിട്ടുമല്ലോ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ. അങ്ങനെ പറഞ്ഞതേ. നിങ്ങളെ വിഷമം മാറട്ടെ, എൻ്റെ വിഷമം മാറട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു താല എല്ലാവരുടെ വിഷമവും തീർത്ത് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.